മഹാഭാരത കഥയിലെ വീരപുരുഷനായിട്ടുള്ള അർജുനന്റെ പൗത്രനാണ് പരീക്ഷിത്ത് മഹാരാജാവ്. പരീക്ഷിത്തിന്റെ പുത്രനായിട്ടുള്ള ജനമേജയന്റെ സർപ്പസത്രത്തിൽ വെച്ചിട്ടായിരുന്നു വ്യാസമഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള വൈശ്യംഭായൻ വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള മഹാഭാരത കഥ പറഞ്ഞതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞുവല്ലോ. ജനമേജയൻ സർപ്പസത്രം തുടങ്ങുവാനുള്ള കാരണം എന്തെന്നാണ് പിന്നീട് സജ്ജനങ്ങൾക്കായി സൂതൻ വിവരിച്ചു കൊടുക്കുന്നത്. പരീക്ഷത്തിന്റെ പുത്രന്മാരായിട്ടുള്ള ജനമേജയൻ, ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നീ 3 സഹോദരന്മാരും കൂടി വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ഒരു യാഗശാലയിലേക്ക് ഒരു നായ കടന്നു വരികയാണ്. യാഗശാലയിലേക്ക് നായ കടന്നു വന്നപ്പോൾ ഈ 3 സഹോദരന്മാരും ഈ ഒരു നായയെ കഠിനമായി തന്നെ പ്രഹരിച്ചു. പക്ഷെ ഈ നായയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ദേവലോകത്തുള്ള ഒരു പട്ടിയാണ് സരമ എന്ന് പറയുന്ന പട്ടി. ഈ സരമയുടെ മകനായിരുന്നു ജനമേജയനും സഹോദരന്മാരും നടത്തിയിരുന്ന യാഗശാലയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ മനുഷ്യരുടെ അടിയേറ്റ് വളരെയധികം വിഷമത്തിലായിട്ടുള്ള ഈ ഒരു നായ സരമയുടെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ സരമ പറയും, നീ എന്തെങ്കിലും തരത്തിലുള്ള കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും, അല്ലാതെ ഒന്നും മാനവര് നിന്നെ ഈ രീതിയിൽ പ്രഹരിക്കുകയില്ല എന്ന്. അപ്പോൾ അമ്മയുടെ വാക്കുകൾ കേട്ട ഈ ഒരു നായ പറയും, ഈ ഒരു മകൻ പറയും, ഇല്ല അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരെന്നെ വെറുതെ പ്രഹരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശർമ്മയ്ക്ക് ഭയങ്കര വിഷമായി. തൻ്റെ മകനെ കുറേ പേര് വെറുതെ ഇങ്ങനെ തല്ലുക എന്ന് പറയുമ്പോൾ ഏതൊരു അമ്മയ്ക്ക് ഭയങ്കര വിഷമാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സരമയ്ക്ക് അത് ഭയങ്കര വിഷമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ സരമ പരീക്ഷത്തിൻ്റെ പുത്രന്മാരായിട്ടുള്ള ജനമേജയനും ഭീമസേനനും ഒക്കെ കൂടി നടത്തുന്ന യാഗശാലയിലേക്ക് വരികയാണ്. എന്നിട്ട് യാഗശാലയിലുള്ളവരോട് സരമ ചോദിക്കും, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെ നിങ്ങൾ എന്തിനാണ് അടിച്ചത്? അപ്പോൾ സരമ അങ്ങനെ ചോദിക്കുമ്പോൾ അവരാരും തന്നെ ഈ സരമയുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയില്ല. കാരണം കേവലം ഒരു പട്ടി വന്നിട്ട് യാഗശാലയിൽ വന്ന് അതും ഇതും പറയുമ്പോൾ ഒരാളും ആ വഴിക്ക് ശ്രദ്ധിക്കുന്നതേയില്ല. പക്ഷേ ഇവരുടെ ഈ പ്രവൃത്തി കണ്ട സരമയ്ക്ക് വളരെയധികം ദേഷ്യമാണ് വന്നത്. ദേവലോകത്തുള്ള പട്ടിയാണല്ലോ, അപ്പോൾ ഇതിന് ചില ദിവ്യശക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ സരമ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇവരെ ശപിക്കും. നിരപരാധിയായിട്ടുള്ള എൻ്റെ മകനെ അടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭയം ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ ഇത് കേട്ട ജനമേജയന് കാര്യം പിടികിട്ടി. അതായത് ഒരു പട്ടി നമ്മളെ ശപിക്കുകയോ, അപ്പോൾ ഈ അങ്ങനെ ശപിക്കുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു പട്ടിയല്ല, അപ്പോൾ ഇതിന് എന്തോ ഒരു ദിവ്യശക്തിയൊക്കെ ഉള്ള ഒരു പട്ടിയാണെന്ന് ജനമേജയന് കാര്യം പിടികിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനമേജയന് മനസ്സിൽ അകാരണമായിട്ടുള്ള ഒരു ഭയം ഉണ്ടാവാനായിട്ട് തുടങ്ങി. പക്ഷേ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ശാപം ഫലിക്കുകയില്ലെന്നും തീർച്ചപ്പെടുത്തി. അങ്ങനെ ഈ യാഗത്തിന് ശേഷം ഹസ്തിനപുരിയിലേക്ക് മടങ്ങി വന്നിട്ട് ഈ പാപകൃത്യത്തിന് തക്കതായിട്ടുള്ള ഒരു പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട് ജനമേജയൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടി ഒരു ആചാര്യനെ ജനമേജയൻ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജനമേജയൻ എന്ന് പറയുന്ന മഹാരാജാവ് നങ്ങായാട്ടിന് പോയപ്പോൾ ശ്രുതസ്രവസ് എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ആശ്രമം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് സോമസ്രവസ് എന്ന പേരായിട്ടുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. അപ്പോൾ ജനമേജയൻ എന്ന് പറയുന്ന മഹാരാജാവ് ഈ ശ്രുതസ്രവസ് എന്ന് പറയുന്ന മഹർഷിയോട് തനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം വിവരിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുത്രനെ ഈ ഒരു പ്രായശ്ചിത്തത്തിന് വേണ്ടി പുരോഹിതനായി അയക്കണമെന്ന് ഈ മഹർഷിയോട് അപേക്ഷിക്കും. അപ്പോൾ ശ്രുതസ്രവസ് മഹാരാജാവിനോട് പറയും, അല്ലയോ രാജാവേ, ഒരു സർപ്പസ്ത്രീ എൻ്റെ ശുക്ലം വിഴുങ്ങിയപ്പോൾ ആ സ്ത്രീയുടെ ഉദരത്തിൽ നിന്നും ജന്മമെടുത്തിട്ടുള്ള മകനാണ് എൻ്റെ പുത്രൻ. അവൻ മഹാതാപസിയാണ്, സർവശാസ്ത്രത്തിലും പണ്ഡിതനാണ്. അങ്ങയുടെ പാപഫലങ്ങളെല്ലാം ഇല്ലാതാക്കുവാനായിട്ട് എൻ്റെ മകന് കഴിയും. പക്ഷേ അവനൊരു വ്രതമുണ്ട്. ഒരു ബ്രാഹ്മണൻ എന്ത് ചോദിച്ചാലും അയാൾക്കത് കൊടുക്കണമെന്ന് എൻ്റെ പുത്രന് വളരെ നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു കാര്യം സാധിപ്പിക്കുമെങ്കിൽ മാത്രം എൻ്റെ മകനെ പുരോഹിതനായിട്ട് കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജാവ് പറയും, ഓ അതിനെന്താ മഹർഷി, നമുക്ക് അതിനുള്ള വഴിയൊക്കെ ഒരുക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് സോമസ്രവസിനെയും കൂട്ടി രാജാവ് നാട്ടിലേക്ക് എത്തി സഹോദരന്മാരോട് വിവരങ്ങളെല്ലാം പറയുകയും ഉടനടി പാപപരിഹാരങ്ങളെല്ലാം നടക്കുകയും ചെയ്തു. പിന്നീട് ജനമേജയൻ തക്ഷശിലയിൽ ചെന്ന് അവിടെ യുദ്ധം ചെയ്ത് ആ രാജ്യം കീഴടക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് തന്നെ തക്ഷശിലയ്ക്കടുത്ത് ഒരാശ്രമത്തിൽ ദൗമ്യൻ എന്നു പേരായിട്ടുള്ള ഒരു മഹർഷി ആരുണി, ഉപമന്യു, വേദൻ എന്നു പേരായിട്ടുള്ള 3 ശിഷ്യന്മാരോട് കൂടി താമസിച്ചിരുന്നു. പണ്ട് ഗുരുകുല സമ്പ്രദായമാണല്ലോ,
അപ്പോൾ വിദ്യയെല്ലാം അഭ്യസിച്ചതിന് ശേഷം അവരുടെ ഗുരുഭക്തി ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് ഇദ്ദേഹം തീർച്ചപ്പെടുത്തുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ആരുണി എന്ന് പറയുന്ന ശിഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് വയലിൽ പോയി വരമ്പ് കെട്ടി വെള്ളം തടഞ്ഞു നിർത്തുവാനായിട്ട് പറയും. അപ്പോൾ ആരുണി വയലിലേക്ക് ചെല്ലുമ്പോൾ നല്ല കുത്തൊഴുക്കുള്ള ഒരു ജലപ്രവാഹം തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ആരുണിക്ക് അവിടെ ആ ജലപ്രവാഹം, വെള്ളത്തിൻ്റെ പ്രവാഹം തടയുവാനായിട്ട് കഴിയുകയില്ല. അവസാനം എന്തു ചെയ്യും? ആരുണി തന്നെ വരമ്പിൻ്റെ സ്ഥാനത്ത് കിടന്ന് വെള്ളം തടഞ്ഞു നിർത്താനായിട്ട് തുടങ്ങും. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും ആരുണിയുടെ വരവ് കാണാതെ ഇരുന്നപ്പോൾ ഈ ഗുരുവും അതുപോലെ തന്നെ ശിഷ്യന്മാരും ആരുണിയെ അന്വേഷിച്ച് വയലിലേക്ക് എത്തി. അപ്പോൾ വയലിൽ പോയിട്ട് അവർ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ വയലിൽ ആരുണി ഈ ജലപ്രവാഹം തടയുന്നതിനായി സ്വയം ഇങ്ങനെ ഒരു ബണ്ട് പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ഗുരുവിന് വളരെയധികം സന്തോഷമാവും. അപ്പോൾ ഗുരു ആരുണിയെ തൻ്റെ അടുത്തേക്ക് വിളിക്കും. അപ്പോൾ ഗുരുവിൻ്റെ സമക്ഷം എത്തിയിട്ടുള്ള ആരുണി വിവരങ്ങളെല്ലാം പറയും. അപ്പോൾ ദേഹം ഇങ്ങനെ മരവിപ്പിക്കുന്ന തണുപ്പിലും ഗുരുവിൻ്റെ വാക്ക് അല്ലെങ്കിൽ ആ ഒരു ആജ്ഞ അനുസരിച്ചതിനാൽ ഗുരു വളരെയധികം സന്തുഷ്ടനായി അങ്ങനെ ആരുണിയെ അനുഗ്രഹിക്കും. നിനക്ക് എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാകട്ടെ, എല്ലാ വേദവിജ്ഞാനവും നിന്നെ പ്രകാശിക്കട്ടെ എന്ന് ആരുണിയെ ഗുരു അനുഗ്രഹിക്കും. എന്നിട്ട് അതിനുശേഷം ആരുണി സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീട് ഈ മഹർഷി അടുത്ത ശിഷ്യനെ വിളിക്കുകയാണ്, ഉപമന്യുവിനെ. എന്നിട്ട് പറയും, വത്സ, ഈ പശുക്കളെ പോയി മേയ്ക്കുകയും അവയെ രക്ഷിക്കുകയും ചെയ്യുക എന്ന്. അങ്ങനെ ഉപമന്യു രാവിലെ തന്നെ പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോകും. വൈകുന്നേരം മടങ്ങി വന്ന് ഗുരുവിനെ നമസ്കരിക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉപമന്യുവിൻ്റെ ദേഹം നല്ല തടി വെച്ചിങ്ങനെ വരുന്നതായിട്ട് ഗുരു കാണും. അപ്പോൾ ഗുരു പറയും, വത്സ, നിനക്ക് യാതൊരു ക്ഷീണവും തോന്നുന്നില്ലല്ലോ, അപ്പോൾ നീ എങ്ങനെയാണ് ഉപജീവനം കഴിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഉപമന്യു പറയും, ഞാൻ രാവിലെ ഭിക്ഷയെടുത്ത് ആ ഭിക്ഷാന്നം കൊണ്ടാണ് എൻ്റെ ഒരു ഉപജീവനം ഞാൻ കഴിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഗുരു പറയും, അത് ശരിയല്ല, ഭിക്ഷാനം എനിക്ക് സമർപ്പിച്ചതിന് ശേഷമേ നീ ഭക്ഷിക്കാവൂ എന്ന് പറയും. അപ്പോൾ പിറ്റേ ദിവസവും ഇതേപോലെ ഉപമന്യു പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് ഭിക്ഷാടനം നടത്തും. ഈ ഭിക്ഷാടനം നടത്തിയിട്ടുള്ള എല്ലാ ആഹാര സാധനങ്ങളും ഉപമന്യു മഹർഷിയെ ഏൽപ്പിക്കും, തൻ്റെ ഗുരുവിനെ ഏൽപ്പിക്കും. എന്നാൽ ഗുരു ആകട്ടെ ഈ ഭിക്ഷാനം മുഴുവനും വാങ്ങിവെക്കും. അതിൽ നിന്ന് ഒന്നുപോലും, ഒരു തരി പോലും ഉപമന്യുവിന് തിരിച്ചു കൊടുക്കുകയുമില്ല. അങ്ങനെ 2-4 ദിവസം ഇത് തന്നെ ആവർത്തിച്ചു. പക്ഷെ എന്നിട്ടും ഉപമന്യുവിന് യാതൊരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരു ചോദിക്കും, വത്സ, നിനക്ക് കിട്ടുന്ന ഭിക്ഷയെല്ലാം ഞാൻ എടുക്കുന്നു, പക്ഷെ ഇപ്പോഴും നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ, എങ്ങനെയാണ് നീ ഇപ്പോൾ ഉപജീവനം നടത്തുന്നത്? അപ്പോൾ ഇത് കേട്ട് ഉപമന്യു പറയും, ഗുരു, അങ്ങേക്ക് ഭിക്ഷാനമെല്ലാം സമർപ്പിച്ചതിന് ശേഷം ഞാൻ 2ാമതും പോയിട്ട് ഭിക്ഷയെടുക്കും. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉപജീവനം നടത്തുന്നത് എന്ന്. അപ്പോൾ ഗുരു പറയും, വത്സ, അത് ശരിയല്ല, നിന്റെ പ്രവൃത്തി ഒരിക്കലും ശരിയായിട്ടുള്ളതല്ല. മറ്റുള്ളവർക്ക് കിട്ടേണ്ടുന്ന ഭിക്ഷ നീ അപഹരിക്കുകയാണ് ചെയ്യുന്നത്, അത് പാപമാണ്, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ശിഷ്യൻ സമ്മതിക്കും. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് ഉപമന്യുവിന് വീണ്ടും ക്ഷീണമൊന്നും കാണുന്നില്ല. അപ്പോൾ വീണ്ടും ഉപമന്യുവിനെ ഗുരു അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് ചോദിക്കും, വത്സ, ഇപ്പോഴും നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ, നിനക്ക് കിട്ടുന്ന ഭിക്ഷയെല്ലാം ഞാൻ വാങ്ങുന്നു, നീ വീണ്ടും ഭിക്ഷയ്ക്ക് പോകുന്നതുമില്ല, പിന്നെ എങ്ങനെയാണ് നിന്റെ ഉപജീവനം കഴിയുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഉപമന്യു പറയും, ഗുരു, ഈ പശുക്കളുടെ പാല് കുടിച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വിശപ്പൊക്കെ അടക്കുന്നത്. അപ്പോൾ ധൗമ്യൻ പറയും, അതിന് ഞാൻ അനുവദിച്ചിട്ടില്ലല്ലോ, എൻ്റെ സമ്മതം കൂടാതെ എങ്ങനെയാണ് ഈ പശുക്കളുടെ പാല് കുടിക്കുന്നത്? അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉപമന്യു വിചാരിക്കും, ശരിയാണല്ലോ, ഗുരുവിൻ്റെ സമ്മതം കൂടാതെ പാല് കുടിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെ. പിന്നെയും ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഉപമന്യുവിൻ്റെ ആരോഗ്യത്തിന് യാതൊരു ഹാനിയും കണ്ടില്ലെന്ന് കണ്ട് ഗുരു വീണ്ടും ചോദിക്കും, വത്സ, ഇപ്പോൾ പശുക്കളുടെ പാല് നീ കുടിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് നീ ഉപജീവനം കഴിക്കുന്നത്? അപ്പോൾ ഗുരുവിനോട് ഉപമന്യു പറയും, പശുക്കുട്ടികൾ പാല് കുടിക്കുമ്പോൾ അവയുടെ വായിൽ നിന്നും പുറത്തു വരുന്ന പത കൊണ്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഉപജീവനം നടത്തുന്നത്. അപ്പോൾ ഗുരു പറയും, നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പശുക്കുട്ടികൾ പാലെല്ലാം പതയായി പുറത്തേക്ക് ഒഴുക്കുന്നത്, അവയുടെ ഉപജീവനം നീ മുടക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതും പാടില്ല. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഗുരു ഉപമന്യുവിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസവും ഉപമന്യു പശുക്കളെ മേയ്ക്കുവാൻ പോയപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ കുറേ എരിക്കിൻ്റെ ഇല പൊട്ടിച്ച് തിന്നുകയാണ് ഉപമന്യു.
ഇതിൻ്റെ ഭയങ്കരമായ ചൂട് ദേഹം മുഴുവനും വ്യാപിക്കുകയാണ്. അത് ഉപമന്യുവിൻ്റെ കണ്ണിനെയും ബാധിക്കും. താമസിയാതെ ഉപമന്യുവിൻ്റെ 2 കണ്ണും കാണാതെയായി. വഴിക്ക് ഒരു പൊട്ടക്കിണറ്റിൽ വീണ് നിസ്സഹായനായിട്ട് ഉപമന്യു അവിടെ കിടന്നു. അപ്പോൾ ഉപമന്യുവിനെ കാത്ത് ധൗമ്യൻ ആശ്രമത്തിലിരിക്കുകയാണ്. നേരം കഴിഞ്ഞിട്ടും ഉപമന്യു ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയില്ല. അങ്ങനെ ഗുരു ഉപമന്യുവിനെ അന്വേഷിച്ചിറങ്ങി. കാട്ടില് ഉപമന്യുവിൻ്റെ പേര് ഉറക്കെ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ധൗമ്യനും ശിഷ്യന്മാരും നടക്കുന്നത്. അപ്പോൾ ഉപമന്യുവിൻ്റെ ശബ്ദം കിണറ്റിൽ നിന്ന് കേൾക്കുകയാണ്. ഗുരുവോ, ഞാൻ ഇവിടെയുണ്ട്. ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ കിണറ്റിൽ അറിയാതെ വീണുപോയി. അപ്പോൾ ഗുരു ആശ്ചര്യത്തോട് ചോദിച്ചു, വത്സ, നിനക്ക് എന്ത് പറ്റി? എങ്ങനെയാണ് ഈ പൊട്ടക്കിണറ്റിൽ നീ വീണുപോയത്? അപ്പോൾ ഉപമന്യു ഉണ്ടായ സംഭവങ്ങളെല്ലാം ധൗമ്യനോട് വിവരിക്കും. അപ്പോൾ അർക്കപത്രങ്ങൾ, അതായത് എരുക്കിൻ്റെ ഇല തിന്ന് അന്ധനായി തീർന്ന ശിഷ്യനോട് ഗുരു അശ്വിനി ദേവതകളെ സ്തുതിക്കാനായിട്ട് ഉപദേശിക്കും. അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് കാഴ്ച വീണ്ടും കിട്ടുമെന്നും പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഉപമന്യു അശ്വിനി ദേവതകളെ സ്തുതിച്ചു. അവർ സന്തുഷ്ടരായി വന്ന് ഉപമന്യുവിന് ഒരു അപ്പം കൊടുത്ത് അത് ഭക്ഷിക്കുവാനായിട്ട് നിർദ്ദേശിച്ചു. എന്നാൽ ഉപമന്യു ആകട്ടെ അശ്വിനി ദേവതകളോട് പറയും, എൻ്റെ ഗുരുവിന് നൽകാതെ എനിക്ക് ഒരിക്കലും ഈ അപ്പം സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അശ്വിനി ദേവന്മാർ ഇത് കേട്ട് പറയും, വത്സ, മുമ്പ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ നിന്റെ ഗുരുവിനും ഇതുപോലൊരു അപ്പം കൊടുത്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഗുരുവിന് നിവേദിക്കാതെയാണ് അപ്പം കഴിച്ചത്. അപ്പം അതുപോലെ നിനക്കും കഴിക്കാവുന്നതാണ്. അതിലൊരു തരത്തിലുള്ള പാപമോ ദോഷമോ ഒന്നുമില്ല. പക്ഷേ ഉപമന്യു നിർബന്ധം പിടിച്ചു, എൻ്റെ ഗുരുവിന് കൊടുക്കാതെ ഇത് ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ഗുരുഭക്തി കണ്ട് അശ്വിനി ദേവന്മാർ വളരെയധികം സന്തുഷ്ടരായി. ഉപമന്യുവിൻ്റെ ദന്തങ്ങൾ ഹിരൺമയമാകുവാനും അന്ധത നീങ്ങുവാനും അശ്വിനി ദേവന്മാർ അനുഗ്രഹിച്ചു. അങ്ങനെ കണ്ണുകൾക്ക് കാഴ്ച വീണ്ടും തിരിച്ചു കിട്ടിയ ഉപമന്യു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിക്കും. അങ്ങനെ ഗുരുവിന് അത്യധികം സന്തോഷമായി കൊണ്ട് ഉപമന്യുവിനെ അനുഗ്രഹിക്കും. അശ്വിനി ദേവന്മാർ അനുഗ്രഹിച്ചതുപോലെ നിനക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാ വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും നിന്നെ പ്രകാശിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഉപമന്യു സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. ധൗമ്യൻ എന്ന മഹർഷിയുടെ 3ാമത്തെ ശിഷ്യനായിട്ടുള്ള വേദനോട് തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ആശ്രമത്തിൽ തന്നെ കഴിയുവാനാണ് ധൗമ്യൻ നിർദ്ദേശിച്ചത്. അപ്പം ഈ ഒരു കാലയളവിൽ ഗുരുവിൽ നിന്ന് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും വേദന് നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ വേദനാവട്ടെ യാതൊരു പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ലാതെ തന്നെ തൻ്റെ ഗുരു തനിക്ക് നൽകിയ നിർദ്ദേശങ്ങളെല്ലാം അതേപടി അനുസരിക്കും. തണുപ്പായാലും ചൂടായാലും വിശപ്പ് വന്നാലും ദാഹം വന്നാലും അതെല്ലാം സഹിച്ചുകൊണ്ട് തൻ്റെ ഗുരുവിന് വേണ്ടി അക്കാലയളവിൽ വേദൻ ജീവിച്ചു പോന്നു. വേദൻ്റെ ഈ ഒരു സഹിഷ്ണുത മനോഭാവം ഗുരുവിൽ വളരെയധികം സന്തോഷം ഉളവാക്കുകയും ഗുരു വേദന് വേണ്ട വിധം അനുഗ്രഹങ്ങളെല്ലാം നൽകി സ്വഗൃഹത്തിലേക്ക് പോകുവാനുള്ള അനുവാദം നൽകി. വേദൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം വിവാഹം ചെയ്തതിന് ശേഷം ഗൃഹസ്ഥാശ്രമിയായി തീർന്നു. ഈ വേദൻ എന്ന് പറയുന്ന ഈ ബ്രാഹ്മണന് 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ജനമേജയൻ എന്നും പൗഷ്യൻ എന്നും പേരായിട്ടുള്ള 2 ക്ഷത്രിയർ അവരുടെ യാഗത്തിന് വേണ്ടി പുരോഹിതനായി വിളിച്ചത് ഈ വേദൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെയാണ്. അപ്പോൾ ആ സമയത്ത് തൻ്റെ അസാന്നിധ്യത്തിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാനായി വേദൻ ഏൽപ്പിച്ചത് തൻ്റെ ശിഷ്യനായിട്ടുള്ള ഉത്തങ്കൻ എന്ന് പറയുന്ന ശിഷ്യനെയാണ്. അപ്പോൾ തൻ്റെ അസാന്നിധ്യത്തിൽ ആ വീട്ടിലുണ്ടാകുന്ന എല്ലാ കുറവുകളും പരിഹരിക്കണമെന്ന് നിർദ്ദേശവും നൽകിക്കൊണ്ടാണ് വേദൻ ഈ ജനമേജയൻ്റെയും പൗഷ്യൻ്റെയും കൂടെ പോകുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം വേദൻ്റെ ഭാര്യ ഋതുമതിയായി 7ാം ദിവസം ഋതുസ്നാനമെല്ലാം കഴിയുമല്ലോ. അപ്പോൾ ഈ ദിവസം വീട്ടിലെ മറ്റു സ്ത്രീകൾ ഉത്തങ്കനെ സമീപിക്കുകയാണ്. അതായത് ഇന്ന് അങ്ങയുടെ ആചാര്യപത്നി ഋതുസ്നാനം കഴിഞ്ഞിരിക്കുകയാണല്ലോ, ഈ ഒരു സമയം, അതായത് ഈ ഒരു ആർത്തവം നിഷ്ഫലമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ വളരെയധികം ദുഃഖിതയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ കുറവുകളും പരിഹരിക്കണമെന്ന് ആചാര്യൻ പറഞ്ഞിട്ടല്ലേ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആചാര്യപത്നിയിൽ അങ്ങ് പുത്രോത്പാദനം ചെയ്യണമെന്ന് പറയും. ഈ സ്ത്രീകളുടെ വാക്കുകൾ കേട്ട ഉത്തങ്കൻ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്താ സംബന്ധമാണ് ഈ പറയുന്നത് അല്ലേ? ആചാര്യപത്നിയിൽ പുത്രോത്പാദനം നടത്തുകയോ? ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കേട്ട പാടെ തന്നെ ഉത്തങ്കൻ ഇത് നിരസിക്കും. അതായത് ഇങ്ങനൊരു കാര്യം ആചാര്യൻ തന്നോട് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം അധർമ്മമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി തന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്ന് കണിശമായി കൊണ്ട് തന്നെ ഉത്തങ്കൻ പറയും.
ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു പരീക്ഷണം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വേദൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. മടങ്ങിയെത്തിയ വേദൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് വളരെയധികം സന്തോഷവാനായി. വത്സ, ഉത്തങ്ക, ഞാൻ നിന്നിൽ ഏറ്റവും അധികം സന്തോഷമുള്ളവനായി തീർന്നിരിക്കുന്നു. എന്ത് അനുഗ്രഹമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചാലും എല്ലാ രീതിയിലും എല്ലാ ധർമ്മങ്ങളനുസരിച്ചും നീ എന്നെ ശുശ്രൂഷിച്ചു. എല്ലാ ആഗ്രഹങ്ങളും നിനക്ക് സാധിക്കുമാറാകട്ടെ എന്നും അദ്ദേഹം ഉത്തങ്കന് അനുഗ്രഹം നൽകി. അപ്പോൾ ഇത് കേട്ട് സന്തുഷ്ടനായി ഉത്തങ്കൻ ഗുരുവിനോട് പറയും, ഗുരു, അങ്ങക്ക് എന്ത് കാര്യമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? അതായത് ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ, തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് ഗുരുവിന് ഗുരുദക്ഷിണ നൽകുന്നതിലൂടെയാണ് ആ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാവുകയുള്ളൂ. ഗുരുകുലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഗുരുദക്ഷിണ ചെയ്തില്ലെങ്കിൽ ഗുരുവും ശിഷ്യനും ഒരേപോലെ അധർമ്മികളായി മാറുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ഗുരുദക്ഷിണയാണ് ഞാൻ അങ്ങേക്ക് തരേണ്ടത് എന്ന് കൽപ്പിച്ചാലും എന്ന് ഉത്തങ്കൻ വേദനോട് പറയും. അപ്പോൾ ഗുരു ഉത്തങ്കനോട് അവിടെ കുറച്ചു കാലം കൂടി താമസിക്കുവാനാണ് നിർദ്ദേശിക്കുന്നത്. ഗുരുവിൻ്റെ ആജ്ഞാപ്രകാരം കുറച്ചു ദിവസം കൂടി ഉത്തങ്കൻ ഗുരുവിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നു. അത് കഴിഞ്ഞിട്ടും ഗുരു തന്നോട് ദക്ഷിണയൊന്നും ചോദിക്കുന്നില്ല എന്ന് കണ്ട് ഉത്തങ്കൻ വീണ്ടും ഗുരുവിനോട് താൻ എന്ത് ഗുരുദക്ഷിണയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ഗുരുവിനോട് ചോദിക്കും. അപ്പോൾ ഗുരുദേവൻ പറയും, നീ പല പ്രാവശ്യമായിട്ട് എന്നോട് ഗുരുദക്ഷിണ ചോദിക്കുന്നു, പക്ഷേ എനിക്ക് എന്ത് ഗുരുദക്ഷിണയാണ് വേണ്ടതെന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നീ അകത്ത് പോയി എൻ്റെ ഭാര്യയോട് ചോദിക്കൂ എന്താണ് അവൾക്ക് പ്രിയപ്പെട്ടതെന്ന്. അവൾക്ക് ഇഷ്ടമുള്ളത് എന്തും നീ എനിക്ക് ഗുരുദക്ഷിണയായി നൽകിയാൽ മതി എന്ന് ഗുരു ഉത്തങ്കനോട് പറയും. അപ്പോൾ ഇത് കേട്ട് ഉത്തങ്കൻ ഗുരുപത്നിയോട് ചോദിക്കും, അല്ലയോ ദേവി, എൻ്റെ വിദ്യാഭ്യാസ കാലമെല്ലാം പൂർണ്ണമായിരിക്കുന്നു. എന്നാൽ വിദ്യാഭ്യാസം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഗുരുദക്ഷിണ അനിവാര്യമാണ്. അപ്പോൾ ദേവിക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് ഗുരുദക്ഷിണയായി സ്വീകരിക്കാം എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദേവിക്ക് എന്താണ് ഗുരുദക്ഷിണയായി നൽകേണ്ടത് എന്ന് എന്നോട് പറഞ്ഞാലും എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ട് ഗുരുപത്നി പറയും, മകനെ ഉത്തങ്ക, നീ പൗഷ്യ രാജാവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങൾ എനിക്ക് കൊണ്ടുവരണം. ഇന്നേക്ക് 4-ാം നാൾ ഞാൻ ബ്രാഹ്മണർക്ക് അന്നദാനം നൽകുന്നുണ്ട്. ഈ കുണ്ടലങ്ങൾ ധരിച്ചു വേണം എനിക്ക് ബ്രാഹ്മണർക്ക് വിളമ്പിക്കൊടുക്കുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ കുണ്ടലങ്ങൾ കൊണ്ടുവന്നാൽ നിനക്ക് സർവ്വശ്രേയസ് ഉണ്ടാകും എന്ന് ഗുരുപത്നി അനുഗ്രഹിക്കും. അപ്പോൾ ഇത് കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ഉത്തങ്കൻ ഉടനെ തന്നെ പുറപ്പെടും. 4 ദിവസമേ ഉത്തങ്കൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു കാളയെയും ആ കാളപ്പുറത്തിരിക്കുന്ന അതിതേജസ്വിയായിട്ടുള്ള ഒരു പുരുഷനെയും കാണും. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു തേജസ്വിയായിട്ടുള്ള പുരുഷൻ ഉത്തങ്കനെ വിളിച്ചിട്ട് പറയും, ഈ കാളയുടെ ചാണകം അല്പം സേവിക്കുക എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് ഉത്തങ്കൻ ഒന്ന് മടിച്ചു നിൽക്കും. ചാണകം ഭക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഇത് കണ്ട ഈ പുരുഷൻ, ഈ തേജസ്വിയായിട്ടുള്ള ഈ മനുഷ്യൻ പറയും, ഒട്ടും സംശയിക്കേണ്ട, നിന്റെ ഗുരുവും ഇതിൻ്റെ ചാണകം ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഇത് കേട്ട ഉടനെ പിന്നെ നിസ്സംശയം ഉത്തങ്കൻ ഈ കാളയുടെ ചാണകവും മൂത്രമൊക്കെ അല്പം സേവിക്കും. എന്നിട്ട് വളരെ ധൃതിയിൽ തന്നെ ആചമനം ചെയ്ത് വീണ്ടും പുറപ്പെടും. അങ്ങനെ ഉത്തങ്കൻ വേഗം പൗഷ്യരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തും. അപ്പോൾ അദ്ദേഹത്തിനെ ആശീർവദിച്ചുകൊണ്ട് ഉത്തങ്കൻ പറയും, മഹാരാജാവേ, ഞാനൊരു കാര്യം യാചിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ സമക്ഷം എത്തിയിട്ടുള്ളത്. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വളരെ വിനയപൂർവ്വം അദ്ദേഹത്തെ ആചാരപൂർവ്വം ആനയിച്ചിരുത്തും. എന്നിട്ട് പറയും, പൗഷ്യരാജാവായ ഞാൻ അങ്ങയ്ക്ക് എന്ത് ഹിതമാണ് ചെയ്യേണ്ടത്? അങ്ങ് പറഞ്ഞാലും. അപ്പോൾ ഉത്തങ്കൻ പറയും, രാജാവേ, എനിക്ക് ഗുരുദക്ഷിണ ചെയ്യുന്നതിനായി അങ്ങയുടെ ഭാര്യ ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങൾ വേണമെന്ന് അപേക്ഷിക്കുവാനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ കുണ്ടലങ്ങൾ തരുവാനായി മനസ്സുണ്ടാക്കണം. അപ്പോൾ ഇത് കേട്ട് പൗഷ്യൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയും, അന്തപുരത്തിൽ പോയിട്ട് എൻ്റെ പത്നിയോട് തന്നെ ചോദിച്ചോളൂ, അവൾ അത് തരുന്നതായിരിക്കും. ഇത് പറഞ്ഞ് ഉത്തങ്കനെ അന്തപുരത്തിലേക്ക് രാജാവ് അയക്കും. പക്ഷെ ഉത്തങ്കൻ അന്തപുരത്തിലൊക്കെ നോക്കിയിട്ടും രാജപത്നിയെ കാണുന്നില്ല. അപ്പോൾ ഉത്തങ്കൻ്റെ മനസ്സിൽ ഒരു ശങ്ക തോന്നും. രാജാവ് തന്നെ കളിയാക്കിയതാണോ, തന്നെ പറ്റിച്ചതാണോ എന്നിങ്ങനെ തോന്നും. അപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും പൗഷ്യ മഹാരാജാവിനോട് ചോദിക്കും, അങ്ങ് അസത്യം പറഞ്ഞ് എന്നെ വഞ്ചിക്കുന്നത് ശരിയല്ല. അന്തപുരത്തിൽ ഞാൻ ഒരു സ്ത്രീയെയും കണ്ടില്ല, അങ്ങയുടെ പത്നിയൊന്നും ഞാൻ കണ്ടതേയില്ല. അപ്പോൾ പൗഷ്യ മഹാരാജാവ് കുറച്ചു നേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് ചോദിക്കും, അങ്ങ് അശുദ്ധിയായിരിക്കുന്നു, അതുകൊണ്ടാണ് അവളെ കാണാതിരുന്നത്. എൻ്റെ പത്നി പതിവ്രതയാണ്, അതുകൊണ്ട് അശുദ്ധിയുള്ളവർക്ക് അവളെ ഒരിക്കലും കാണുവാനായി സാധിക്കുകയില്ല എന്ന്. അപ്പോഴാണ് ഉത്തങ്കനൊരു കാര്യം മനസ്സിലായത്. വരുന്ന വഴിക്ക്
താൻ കാളയുടെ ചാണകം ഭക്ഷിച്ചിട്ടുണ്ട് എന്ന്. ഈ കാളയുടെ ചാണകം ഭക്ഷിച്ചതിന് ശേഷം നിന്നുകൊണ്ടാണ് ആചമനം ചെയ്തത് എന്നും. അപ്പോൾ ആ ആചമനം ഒരിക്കലും ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് താൻ അശുദ്ധിയായിട്ട് തന്നെ നിൽക്കുന്നതെന്ന്. അപ്പോൾ രാജാവിൻ്റെ വാക്ക് ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് വീണ്ടും വൃത്തിയായി തന്നെ യഥാവിധി ആചമനം ചെയ്ത് ശുദ്ധിയായി. അതിനുശേഷം വീണ്ടും ഉത്തങ്കൻ അന്തഃപുരത്തിലേക്ക് പോയപ്പോൾ അതാ അവിടെ രാജപത്നി ഇരിക്കുന്നു. അപ്പോൾ രാജപത്നിയോട് ഉത്തങ്കൻ വിവരങ്ങളെല്ലാം ധരിപ്പിക്കും. ഇത് കേട്ട രാജ്ഞി വളരെ സന്തോഷത്തോടു കൂടി തന്നെ തൻ്റെ കുണ്ടലങ്ങൾ ഉത്തങ്കനെ ദാനം ചെയ്തു. പക്ഷേ ദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പും കൂടി രാജ്ഞി ഉത്തങ്കന് നൽകി. അതായത് തൻ്റെ കുണ്ടലങ്ങൾ വളരെ കാലമായിട്ട് നാഗരാജാവായ തക്ഷകൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതു വിധേനയും തൻ്റെ കുണ്ടലങ്ങൾ തക്ഷകൻ കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന സമയം വളരെയധികം ശ്രദ്ധിക്കണം. ഈ കുണ്ടലങ്ങൾ നാഗരാജാവ് തട്ടിയെടുക്കുവാനായി സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ട ഉത്തങ്കൻ രാജപത്നിയോടായി പറയും, നാഗരാജാവായ തക്ഷകന് എന്നെ ഒരിക്കലും ഭയപ്പെടുത്തുവാനായി സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങ് സമാധാനമായിട്ടിരിക്കൂ. ഇത് യഥാവിധി ഞാൻ എൻ്റെ ഗുരുവിൻ്റെ സമക്ഷം തന്നെ സമർപ്പിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കുണ്ടലങ്ങളും എടുത്തുകൊണ്ട് അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് ചെന്നു. തനിക്ക് കുണ്ടലങ്ങൾ ലഭിച്ചു എന്ന് സന്തോഷത്തോടെ അറിയിക്കുകയും അതിൻ്റെ കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്ത് ഗുരുസമക്ഷത്തിലേക്ക് മടങ്ങുവാനായി തുടങ്ങുമ്പോൾ പൗഷ്യ മഹാരാജാവ് ഉത്തങ്കനോട് ഇപ്രകാരം പറയും, അല്ലയോ മഹാത്മാവേ, അങ്ങേപോലെയുള്ള അതിഥികളെ ഞങ്ങൾക്ക് വളരെ ദുർലഭമായിട്ടേ കിട്ടാറുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന്. അപ്പോൾ ഉത്തങ്ക മഹർഷി ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് ദൂരമുള്ള യാത്രയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുകയും ഭക്ഷണം കഴിക്കുവാനായി ചെല്ലുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഉത്തങ്കൻ ഭക്ഷണത്തിനായി ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ തണുത്ത ചോറാണ് വിളമ്പിയത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചോറിൽ ഒരു മുടിയും കൂടി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. അങ്ങനെ ഉത്തങ്കൻ മഹാരാജാവിനെ ശപിക്കും, മുടിനാരും തണുത്ത ചോറും അശുദ്ധവുമായ അന്നവും വിളമ്പിയത് കൊണ്ട് അങ്ങ് അന്ധനായി ഭവിക്കട്ടെ എന്ന്. അപ്പോൾ ഒരു തെറ്റു ചെയ്യാത്ത തന്നെ ശപിച്ച ഉത്തങ്ക മഹർഷിയെ രാജാവും തിരിച്ച് ശപിക്കും. ശുദ്ധമായ അന്നത്തെ അശുദ്ധമാണെന്ന് പറഞ്ഞ് എന്നെ ശപിച്ചത് കൊണ്ട് അങ്ങും അനബദ്ധ്യനായി തീരട്ടെ എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉത്തങ്കൻ രാജാവിനോട് പറയും, എന്നാൽ ശരി, എന്നെ ശപിച്ചതല്ലേ, എൻ്റെ ഭക്ഷണം ഒന്ന് പരിശോധിക്കൂ എന്ന് പറയും. അപ്പോഴാണ് പൗഷ്യന് മനസ്സിലായത് അദ്ദേഹത്തിന് വിളമ്പിയത് തണുത്ത ഭക്ഷണമാണെന്നും ആ ഭക്ഷണത്തിൽ തലനാര് വീണിട്ടുണ്ടെന്നും അത് അശുദ്ധമാണ് എന്നും മനസ്സിലായി. അപ്പോൾ മഹാരാജാവിനെ മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണ്, അനാവശ്യമായാണ് താൻ അദ്ദേഹത്തിനെ ശപിച്ചത് എന്ന്. അങ്ങനെ പശ്ചാത്താപ വിവശനായിട്ടുള്ള പൗഷ്യൻ ഉത്തങ്കനോട് മാപ്പ് അപേക്ഷിക്കും. ഒപ്പം തന്നെ ഉത്തങ്കൻ്റെ ശാപം പിൻവലിക്കുവാനായി പറയുകയും ചെയ്യും. അപ്പോൾ ഉത്തങ്കൻ പറയും, എൻ്റെ ശാപം ഒരിക്കലും നിഷ്ഫലമാവുകയില്ല, എന്നാൽ നീ അന്ധനാകുമെങ്കിലും താമസിയാതെ കാഴ്ച വീണ്ടും തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇപ്രകാരം പൗഷ്യനെ ഉത്തങ്ക മഹർഷി ആശീർവദിച്ചു. എന്നാൽ ക്ഷത്രിയനായിട്ടുള്ള പൗഷ്യൻ തൻ്റെ ശാപം പിൻവലിക്കുവാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ ഉത്തങ്കൻ പറയും, അന്നം അശുദ്ധമാണെന്ന് അറിയുന്നതിന് മുമ്പാണല്ലോ എന്നെ അങ്ങ് ശപിച്ചത്. ഇപ്പോൾ അന്നം അശുദ്ധമാണെന്ന് തെളിഞ്ഞിരിക്കയാൽ അങ്ങയുടെ ശാപം ഒരിക്കലും എൻ്റെ മേൽ ഫലിക്കുകയില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞ് ഉത്തങ്കൻ രാജധാനി വിട്ടുപോയി. അങ്ങനെ ഉത്തങ്കൻ ഗുരുസമക്ഷത്തിലേക്ക് യാത്ര ആരംഭിച്ചു. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് പോലെ ഉത്തങ്കന് തോന്നി. എന്നാൽ അദ്ദേഹം അതത്ര കാര്യമായിട്ട് നോക്കിയില്ല. അങ്ങനെ ഒരു സമയം എത്തിയപ്പോൾ സ്നാനം ചെയ്യുന്നതിനായി ഉത്തങ്കൻ ഈ കുണ്ടലങ്ങൾ താഴെ വെച്ചുകൊണ്ട് സ്നാനം ചെയ്യുവാനായിട്ട് പോയി. അപ്പോൾ ആ ക്ഷണം ഇദ്ദേഹത്തെ പിന്തുടർന്ന ആള് ഈ കുണ്ടലങ്ങൾ വേഗം എടുത്തുകൊണ്ട് ഓടിപ്പോയി. അപ്പോൾ ഇത് കണ്ട ഉത്തങ്കൻ ഇദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിപ്പോയി. അപ്പോൾ ഈ ഓട്ടത്തിനിടയിലാണ് ഇദ്ദേഹം തക്ഷകന്റെ രൂപം ധരിച്ചത്. അപ്പോൾ ഇയാള് തക്ഷകന്റെ രൂപം ധരിച്ചതിന് ശേഷം വേഗം ഒരു ഗുഹയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ആ വഴി നാഗലോകത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തങ്കൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു പിടി കിട്ടാതെ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഒരു വടി കൊണ്ടൊക്കെ കുത്തി നോക്കും. ആ ഗുഹയൊന്ന് തുരക്കാൻ നോക്കും. ഗുഹ എന്ന് പറയുമ്പോൾ വലിയ ഗുഹയൊന്നുമല്ല, ചെറിയൊരു മാളം പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലുവാനൊന്നും ഒരു മനുഷ്യന് പറ്റില്ല. അപ്പോൾ ഇത് വടി കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കും, ഈ ഗുഹ ഒന്ന് വലുതാക്കാനായി പറ്റുമോ, ഇതൊന്ന് തുരന്നുകൊണ്ട് വലുതാക്കാനായി പറ്റുമോ എന്നുള്ള ശ്രമങ്ങളൊക്കെ ഉത്തങ്കൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമം നിഷ്ഫലമായി പോവുകയാണ്. അപ്പം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഉത്തങ്കൻ മേൽപോട്ട് നോക്കിക്കൊണ്ട്
സകല ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും എല്ലാം വന്ദിച്ചുകൊണ്ട് ഇങ്ങനെ കേണപേക്ഷിക്കുകയാണ്. കാരണം തൻ്റെ ഗുരുദക്ഷിണയാണ് തക്ഷകൻ തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഗുരുപത്നിയോട് ഇനി എന്ത് പറയും എന്ന ആവലാതിയോട് കൂടി നിൽക്കുമ്പോൾ ദേവേന്ദ്രൻ തൻ്റെ വജ്രത്തെ ബ്രാഹ്മണകുമാരനെ സഹായിക്കുവാനായിട്ട് അയക്കും. അപ്പോൾ ആ വജ്രം വടിയിൽ പ്രവേശിച്ച് ആ ദ്വാരം കൊണ്ട് വലുതാക്കി കൊടുക്കും. അങ്ങനെ ആ ഒരു ദ്വാരത്തിലൂടെ ഉത്തങ്കൻ അദ്ഭുതമായിട്ടുള്ള നാഗലോകത്തിലേക്ക് എത്തി. എന്നിട്ട് അവിടെ നിന്ന് തക്ഷകനെയും നാഗങ്ങളെയും എല്ലാം സ്തുതിക്കുവാനായിട്ട് ആരംഭിക്കും. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. തൻ്റെ സ്തുതി കൊണ്ട് തക്ഷകനിൽ നിന്ന് കുണ്ടലങ്ങൾ വീണ്ടും കിട്ടുവാനായി സാധിക്കുകയില്ല എന്ന് ഉത്തങ്കന് മനസ്സിലായി. അപ്പോഴാണ് അവിടെ തൊട്ടടുത്ത് തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ നെയ്തുകൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളെ കാണുന്നത്. ആ നെയ്ത്ത് യന്ത്രത്തില് കറുപ്പും വെളുപ്പുമായിട്ടുള്ള നൂലുകളുണ്ട്. 12 ആരങ്ങളുള്ള ഒരു ചക്രവുമുണ്ട്. 6 കുമാരന്മാർ ഈ ചക്രം ഇങ്ങനെ ചുറ്റിക്കുന്നുമുണ്ട്. അപ്പം അടുത്ത് തന്നെ തേജസ്വിയായിട്ടുള്ള ഒരു പുരുഷനും ഒരു കുതിരയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉത്തങ്കൻ ഈ പുരുഷനെ സ്തുതിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ എങ്ങനെയെങ്കിലും തക്ഷകനിൽ നിന്ന് ആ കുണ്ടലങ്ങൾ വീണ്ടും കിട്ടുവാനായി തന്നെ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കും. ഈ പുരുഷൻ കുതിരയുടെ ഗുദദ്വാരത്തിൽ, അതായത് മലദ്വാരത്തിൽ ശക്തിയായിട്ട് ഊതാനായിട്ട് ഉപദേശിക്കും. അപ്പോൾ ഉത്തങ്കൻ അങ്ങനെ ചെയ്തപ്പോൾ കുതിരയുടെ സർവ്വദ്വാരങ്ങളിൽ നിന്നും അഗ്നി പുറപ്പെടും. അങ്ങനെ നാഗലോകം മുഴുവനും പുക കൊണ്ട് നിറയും. ഇങ്ങനെ പുക കൊണ്ട് നിറഞ്ഞ നാഗലോകത്തിലെ തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തക്ഷകൻ പുറത്തേക്ക് വന്ന് ഉത്തങ്കന് ഈ കുണ്ടലങ്ങൾ മടക്കി കൊടുക്കും. പക്ഷേ അപ്പോഴേക്കും 4-ാം ദിവസമായിരിക്കുന്നു, ഗുരുപത്നിക്ക് കുണ്ടലങ്ങൾ കൊടുക്കേണ്ട ദിവസം. പക്ഷെ ഉത്തങ്കനോ ഇപ്പോഴും നാഗലോകത്താണുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഗുരുകുലത്തിലേക്ക് ഇത്രയും പെട്ടെന്ന് എത്തിക്കാനായി സാധിക്കുക? ഉത്തങ്കന് പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വിഷമം മനസ്സിലാക്കിയ ഈ ഒരു തേജസ്വിയായിട്ടുള്ള ഈ ഒരു പുരുഷൻ തൻ്റെ കുതിരപ്പുറത്ത് കയറുവാനായി ഉപദേശിച്ചു. കുതിരപ്പുറത്ത് കയറിയപ്പോഴോ അരക്ഷണം കൊണ്ട് അദ്ദേഹം ഗുരുകുലത്തിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ ഗുരുപത്നി 4-ാം ദിവസമായിട്ടും ഉത്തങ്കൻ കുണ്ടലങ്ങൾ കൊണ്ടുവരുന്നത് കാണാഞ്ഞപ്പോൾ ഇനി ഒരിക്കലും തനിക്ക് ആ കുണ്ടലങ്ങൾ കിട്ടില്ല എന്നിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കുണ്ടലങ്ങൾ ഇട്ടുകൊണ്ടാണല്ലോ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണൂട്ടമൊക്കെ നടത്തണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു വിഷമത്തിൽ ബ്രാഹ്മണകുമാരനെ ഇങ്ങനെ ശപിക്കാനായിട്ട് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഗുരുപത്നി. അപ്പോഴാണ് ഉത്തങ്കൻ ഈ കുണ്ടലങ്ങളുമായി വരുന്നത് ഗുരുപത്നി കാണുന്നത്. വളരെ സന്തോഷപൂർവ്വം ഗുരുപത്നിയുടെ കാൽക്കൽ ഈ കുണ്ടലങ്ങൾ സമർപ്പിച്ച് നമസ്കരിച്ചു. അപ്പം അതീവ സന്തുഷ്ടിയായിട്ടുള്ള ഗുരുപത്നി ഉത്തങ്കനെ ഹാർദവമായി തന്നെ അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഉത്തങ്കൻ അനന്തരം ഗുരുവിൻ്റെ അടുത്ത് പോയി അഭിവാദ്യം ചെയ്ത് തനിക്കുണ്ടായ അനുഭവങ്ങളെ മുഴുവനും വിസ്തരിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു. കഥകളെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഗുരു ഉത്തങ്കനോടായി പറയും, വത്സ, നീ ചെയ്തതെല്ലാം ഉത്തമമായ കാര്യമാണ്. ആർക്കും ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്. പൗഷ്യപത്നിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുണ്ഡലങ്ങൾ വാങ്ങുക, തക്ഷകനിൽ നിന്ന് കുണ്ഡലങ്ങൾ വീണ്ടെടുക്കുക. ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാനായി സാധിക്കുന്നതല്ല. ഇക്കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനായി നിന്നെ സഹായിക്കുവാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്നേഹിതനായിട്ടുള്ള സാക്ഷാത് ഇന്ദ്രദേവൻ തന്നെയായിരുന്നു. നീ വഴിയിൽ കണ്ട കാള ഐരാവതമായിരുന്നു. അതിൻ്റെ ചാണകത്തിൽ അമൃതം കലർന്നിട്ടുണ്ടായിരുന്നു. അത് ഭക്ഷിച്ചതിനാലാണ് നിനക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ തക്ഷകനിൽ നിന്ന് കുണ്ഡലങ്ങൾ വീണ്ടെടുക്കുവാനായി നീ ചെന്നപ്പോൾ അവിടെ കണ്ട പുരുഷൻ പർജന്യദേവനായിരുന്നു. കുതിരയാകട്ടെ അഗ്നിദേവനായിരുന്നു. അവരെല്ലാവരും നിന്റെ ഗുരുഭക്തി കണ്ട് നിന്നെ സഹായിക്കുവാൻ വന്നവരാണ്. നിനക്ക് സർവ്വശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഗുരു അനുഗ്രഹിച്ചു. ഗുരുവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും വാങ്ങിയതിന് ശേഷം ഉത്തങ്കൻ തൻ്റെ സ്വഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോഴാണ് ഉത്തങ്കൻ്റെ ഹൃദയത്തിൽ തക്ഷകനോട് വല്ലാത്തൊരു ദേഷ്യവും പ്രതികാരവുമെല്ലാം പൊങ്ങി വന്നത്. തന്നെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയ തക്ഷകനോട് ഏത് വിധേനയെങ്കിലും പകരം ചോദിച്ചിരിക്കണമെന്ന് ഉത്തങ്കൻ മനസ്സിൽ കുറിച്ചിട്ടു. ആ സമയത്താണ് ജനമേജയ രാജാവ് ഒരു യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവരം ഉത്തങ്കൻ അറിഞ്ഞത്. ഉടനെ അദ്ദേഹം യജ്ഞശാലയിലെത്തി. യജ്ഞശാലയിലെത്തിയ ഉത്തങ്കനെ ജനമേജയൻ ആചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ആഗമനോദ്ദേശം അന്വേഷിച്ചു. അപ്പോൾ ഉത്തങ്കൻ പറയും, രാജാവേ, അങ്ങിപ്പോൾ ഈ യാഗമൊന്നുമല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ട കാര്യം അറിയാതെ വല്ലതുമൊക്കെ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ ജനമേജയന് ആകെ കൺഫ്യൂഷനായി. ഈ മഹർഷികുമാരൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകാതെ ചോദ്യഭാവത്തിൽ ഉത്തങ്കരെ ജനമേജയൻ നോക്കും.
അങ്ങയുടെ പ്രിയ പിതാവിന്റെ മരണത്തെപ്പറ്റി അങ്ങയ്ക്കറിയാലോ. തക്ഷകൻ എന്ന സർപ്പാധമന്റെ ദംശനത്താലാണ് അങ്ങയുടെ പിതാവ് മരിച്ചത്. അതും ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന വേളയിലാണ് തക്ഷകൻ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത്. അതുമാത്രമോ, അങ്ങയുടെ പിതാവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാനായി വന്ന കശ്യപ മഹർഷിയെ കോഴ കൊടുത്തുകൊണ്ട് തിരിച്ചയച്ചതിനു ശേഷമാണ് തക്ഷകൻ ഈ ക്രൂരകൃത്യം ചെയ്തത്. ഭക്തോത്തമനും ധർമ്മിഷ്ഠനുമായ അങ്ങയുടെ പിതാവിനോട് ചെയ്ത ഈ പാപകൃത്യത്തിന് പ്രതികാരം ചെയ്യുകയാണ് അങ്ങ് ഇപ്പോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന യജ്ഞം അവസാനിപ്പിച്ച് തക്ഷകനെയും അവൻ്റെ കൂട്ടുകാരെയും എല്ലാം നശിപ്പിക്കുന്നതിനുള്ള സർപ്പസത്രമാണ് അങ്ങിപ്പോൾ ആരംഭിക്കേണ്ടത്. ആ സത്രത്തിലെ ഹോമാഗ്നിയിൽ വീണ് ആ ദുഷ്ടസർപ്പം ദഹിച്ച് ചാമ്പലായി തീരട്ടെ. ഈ പ്രവൃത്തിയിലൂടെ അങ്ങയുടെ പിതാവിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. പണ്ട് തക്ഷകന്റെ വാസസ്ഥലമായിട്ടുള്ള ഗാണ്ഡവം ദഹിപ്പിക്കുവാൻ അഗ്നിയെ സഹായിച്ചത് അർജുനനായിരുന്നു. അർജുനനോടുള്ള തക്ഷകന്റെ പക ഇനിയും ഈ വംശത്തിലുള്ളവർക്ക് ദോഷം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല, നല്ല ഒരു കാര്യം ചെയ്യാൻ പുറപ്പെട്ട എനിക്കും തക്ഷകൻ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സർപ്പസത്രം നടത്തുന്നത് എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഉത്തംഗ മഹർഷിയുടെ ഈ വാക്കുകൾ ജനമേജയൻ ശ്രദ്ധയോടെ കേട്ടു. അതിനുശേഷം ജനമേജയൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോടും മഹർഷിമാരോടും പുരോഹിതനോടും എല്ലാം കൂടിയാലോചിച്ചു. അവർക്കെല്ലാം ഉത്തംഗ മഹർഷിയുടെ അതേ അഭിപ്രായം തന്നെയായിരുന്നു. സ്വന്തം പിതാവിൻ്റെ മരണത്തിന് കാരണക്കാരനായ തക്ഷകനോടുള്ള പ്രതികാരം വീട്ടുവാനായി പുത്രധർമ്മം എന്ന നിലയിൽ സർപ്പസത്രം ആരംഭിക്കുവാനായി ജനമേജയൻ തീർച്ചപ്പെടുത്തി. മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിലെ ഉത്തംഗ ചരിതം എന്ന ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.